ഇപ്പൊ മാസ്റ്റർ കെ അക്കാഡമിയുടെ HST ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഈ 4 സബ്ജക്റ്റിന് നമ്മൾ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കേൾക്കാലോ എല്ലാവർക്കും അല്ലേ? ചിന്ത സാറെ കേൾക്കാലോ? കേൾക്കാലോ? ഓക്കെ ഓക്കെ. ഞാൻ ഈ വെബിനാറിനകത്ത് കൃത്യമായിട്ട് പറയട്ടെ, നിങ്ങളുടെ കാറ്റഗറി നമ്പറോ ശമ്പളമോ വേക്കൻസിയോ അല്ലെങ്കിൽ എത്ര പേരെ ആളെ എടുക്കും, എത്ര ആളെടുത്തിട്ടുണ്ട്, അങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് ഒരുപാട് വെബിനാറുകൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് പല പല കാര്യങ്ങൾ ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ്, എത്ര ആളെ എടുത്തു, ഇനി എത്ര ആളെ എടുക്കും, ഇനി എന്നൊരു ലിസ്റ്റ് കാലാവധി ഉണ്ട്, അങ്ങനെ ഒരു കാര്യങ്ങളും നമ്മൾ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും എന്നതിനെ പറ്റി മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഫോർ എക്സാമ്പിള്, ഇപ്പൊ ഞാനും എൻ്റെ UG ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ PGക്ക് പോയി. ഞാൻ കൊല്ലം SM കോളേജിലാണ് PGക്ക് പോയത്. ആ PGക്ക് പോയതിനു ശേഷം എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ സബ്ജക്ട് കെമിസ്ട്രി ആയതുകൊണ്ട് കെമിസ്ട്രി ഫാക്കൽറ്റീസിന്റെ എണ്ണം വളരെ പലയിടത്തും കുറവാണ്. ഞങ്ങളുടെ ഇതിലൊക്കെ കെമിസ്ട്രി എത്തിയവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 22 വയസ്സിലാണ് ഞാൻ അറിയാലോ, ഒരു കറക്റ്റ് ടൈം പീരീഡ് ആണ് 25-ാം വയസ്സിൽ PG കഴിയും. ഞാൻ PG കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു 6 മാസത്തേക്ക് ഒരു ഗവൺമെന്റ് സ്കൂളിൽ, ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് എനിക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടി. അന്ന് ഒരു ദിവസം അന്നത്തെ ശമ്പളം 500 രൂപയാണ്. ഒരു ദിവസം ശമ്പളം 500 രൂപയാണ്. അപ്പം പോയി സൈൻ ചെയ്താൽ മതി, ക്ലാസ് എടുക്കണം, സൈൻ ചെയ്യണം, നമുക്ക് പൈസ കിട്ടും. പ്രിൻസിപ്പളാണ് പൈസ തരുന്നത്, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊന്നും. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ ഇത് പറയുന്ന കാര്യം ഒരു പെർമനന്റ് ജോബും ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി നമ്മൾ വ്യത്യാസം ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ പലരും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 29 പേരുണ്ട്. ആ 29 പേരിൽ പലരും ഗസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളവരായിരിക്കും, ഇപ്പോഴും ഗസ്റ്റ് ആയിട്ട് പോകുന്നവരായിരിക്കും. ഓക്കെ, പല സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, അതിൽ പോയിട്ടുള്ളവരായിരിക്കും. അവരോട് പറയുകയാണ്, ഞാൻ ഫസ്റ്റ് അവിടെ ചെല്ലുന്ന ദിവസം എന്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഇതാണ്. ഞാൻ ചെന്നപ്പം അവിടെ ടീച്ചർമാർ പറഞ്ഞു, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും കയറി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം ചെയ്തത് ഇറങ്ങി വെളിയിൽ പോയിരുന്നു. ഞാൻ വെളിയിൽ പോയി എന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ആ ഇരിക്കുന്നവർക്ക് ഇടയിൽ എല്ലാവരുടെയും ഹയർ ക്വാളിഫിക്കേഷൻ PG ആണ്, എന്റെയും PG തന്നെ. എക്സ്റ്റേണൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ പറഞ്ഞ B.Edഉം സെറ്റും നെറ്റും ഒക്കെ. അവരെല്ലാം സെയിം ക്വാളിഫിക്കേഷൻ PG ആണ്, എനിക്കും ഉള്ളത് PG തന്നെ. എന്തുകൊണ്ട് ഞാൻ വെളിയിൽ പോയി എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റി ആണ്, അല്ലെ പെർമനന്റ് അല്ല. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയുകയാണ്. ഉടനെ അടുത്ത കെമിസ്ട്രി അധ്യാപകൻ തന്നെ പറഞ്ഞു, നീ ഗസ്റ്റോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചേക്കാണ്, നീ അകത്തിരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്നേരം ഉണ്ടായ ഫീലിംഗ് ഉണ്ട്, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, എന്നെ ഒരു പെർമനന്റ് ജോബായിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്നായിരുന്നേനെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര പേരായിക്കോട്ടെ, നിങ്ങൾ ഒരു ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ഫാക്കൽറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീല് വരും, ഒരു ഗവൺമെന്റ് ഒറിജിനൽ, അതായത് നമ്മുടെ പെർമനന്റ് ഫാക്കൽറ്റി നമ്മുടെ കഴുത്തേല് കേരള ഗവൺമെന്റ് ഒരു ഇത് വരുമ്പോഴുള്ള ടാഗ് വരുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. ഓക്കെ, അപ്പൊ അത് സന്തോഷം മാത്രം പോരാ, നിങ്ങൾക്ക് എന്ത് വേണം? അത് നേടാനുള്ള ഒരു വലിയ ആഗ്രഹം വേണം. എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, സാറേ HST എന്നാ വിളിക്കാൻ പോകുന്നത്? HST എന്ന് വിളിക്കും. കാര്യം നമുക്കറിയാലോ, PG ലെവലുള്ള അധ്യാപക സ്വപ്നമുള്ളവർക്ക് വളരെ വലിയ ഓപ്ഷനാണ് HST. ഈ കോളേജിലേക്ക് അറിയാലോ, ലിമിറ്റഡ് വേക്കൻസികളുള്ളൂ, ലിമിറ്റഡ് എക്സാമുകൾ എപ്പോഴും വിളിക്കത്തില്ല. ഇപ്പൊ കഴിഞ്ഞ എക്സാം തന്നെ അറിയാലോ, റിട്ടേൺ എക്സാം ഒക്കെ വന്ന് ആകെ ചെലവുകളായി പോയത്. ഓക്കെ, ആളെടുത്തിൽ നല്ല ചെലവുകളായി പോയിരിക്കുകയാണ്. അപ്പൊ പിന്നീടുള്ളത് ഏറ്റവും നല്ല ഓപ്ഷനാണ് HST. അറിയാം, നല്ലൊരു ഗസറ്റഡ് റാങ്കിലേക്ക് പോകും, നല്ല ശമ്പളമാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം, നിങ്ങളിൽ പലരും ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നാളെ 26-ല് എക്സാം കാണും. ആ 26-ൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ നല്ല റാങ്ക് നേടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ എന്നാണോ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് ആ വർഷം അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് നേടാൻ പറ്റും? ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് പോകാൻ പറ്റും. ശരിയല്ലേ? ഇപ്പോൾ 28 പേര് ഇപ്പൊ വെബിനാർ കണ്ടക്ട് കേൾക്കുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിത അവസാനം ഒരു 56 വയസ്സല്ലേ, 50 ഗസ്റ്റ് എടുക്കത്തില്ല ആരെയും. ഒരു നല്ല സമയം വരെ ഏതെങ്കിലും സ്കൂളിൽ 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ അല്ലെ ഏതെങ്കിലും CBSE സ്കൂൾ 2000 രൂപയ്ക്കൊക്കെ ദിവസക്കൂലിക്ക് അല്ലെങ്കിൽ പോകുന്നതാണോ? അതല്ല,
ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിട്ട് പോകുന്നതാണോ നല്ലത്? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. എപ്പോഴാണ് ആലോചിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ആലോചിക്കണം. പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ആലോചിക്കണം, എനിക്ക് നാളെ എന്താകണം? എനിക്ക് വീണ്ടും സ്കൂളിലേക്ക് ഗസ്റ്റായിട്ട് പോകണോ? അതല്ല, എന്ത് വേണം, ഒരു ഗവൺമെന്റ് പെർമനന്റ് ടീച്ചറായിട്ട് മാറണോ എന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, ഈ ഒരു മോട്ടിവേഷൻ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കാര്യം ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇത്. അപ്പൊ ഞാൻ കെമിസ്ട്രി ബേസ് ആയതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ ജോലി കിട്ടി, ഒരു ടെമ്പററി പോസ്റ്റ് ആണ്. അവിടെയും ഞാൻ മനസ്സിലാക്കിയാണ് ദ ഡിവിഷൻ ബിറ്റ്വീൻ ടെമ്പററി ആൻഡ് പെർമനന്റ്. ഒരാള് വന്നു കഴിഞ്ഞാല് നമ്മുടെ അപ്പിയറൻസ് കാണുമ്പോൾ നമ്മൾ ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്ന്, അവിടെയും ഡിസ്ക്രിമിനേഷൻ വരും. ഓക്കെ, നമ്മുടെ പൊസിഷന് നമ്മൾ വെച്ചിട്ടായിരിക്കും ഒരാൾ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ചോളുക, നാളെ നിങ്ങൾക്ക് എന്താകണം? നിങ്ങൾക്ക് ടെമ്പററി പോസ്റ്റിലേക്ക് പോകണോ, ഒരു പെർമനന്റ് പോസ്റ്റിലേക്ക് പോകണോ എന്ന് ആലോചിക്കുക. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസത്തെ കാര്യം പറയാം. ഞങ്ങൾ ഇന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ കോട്ടയം പോയി. കോട്ടയം പോയത് നമ്മുടെ ഒരു റാങ്ക് കിട്ടിയ കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയതാ. ഓക്കെ, അപ്പൊ നാളെ ഇവിടെ ജോയിൻ ചെയ്യുന്നവരുടെ വീടുകളിൽ ഞങ്ങൾ എത്തും. കാര്യം റിസൾട്ട് വാങ്ങി, ഉയർന്ന റാങ്ക് വാങ്ങി ഞങ്ങൾക്ക് അഭിമാനകരമായ നേട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പറയട്ടെ. ഇപ്പം ചില കുട്ടികളുണ്ട്, സാറേ ഞാൻ BSc എനിക്ക് 90 എബോ മാർക്ക് ഉണ്ടായിരുന്നു. BSc 90 എബോ മാർക്ക് ആയപ്പോൾ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല റാങ്ക് ഉണ്ടായിരുന്നു, നല്ല ഗ്രേഡ്, നല്ല പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ MSc പോയി, PG പോയി, അവിടെ നല്ല മാർക്കുണ്ട്. പക്ഷേ ഇപ്പം എന്താണ് B.Ed ഒക്കെ കഴിഞ്ഞ് സെറ്റൊക്കെ കിട്ടി, ഇതിനുവേണ്ടി പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ വലിയ അക്കാഡമിക്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. വെയിറ്റിംഗിൽ 17 രൂപ വയ്ക്കുന്നു. 1 സെക്കൻഡ്. ഓക്കെ, അപ്പം ഈ ചിന്ത സാർ ഈ വെയിറ്റിംഗ് റൂം നോക്കി പറ്റുമെങ്കിൽ നോക്കണേ കേട്ടോ. കാര്യം ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇവിടെ 90% മാർക്ക് BScക്കോ അല്ലെങ്കിൽ UGക്കോ PGക്കോ BScക്കോ MScക്കോ കിട്ടുന്നതും, അതല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ എന്താ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടുന്നത് ആ മാർക്കും, അതൊന്നും ഈ എക്സാമിനെ ബാധിക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ ആ സാർ, ആ വെയിറ്റ് റൂം സാറ് ഹോസ്റ്റാണ്, സാറിന് പറ്റത്തുള്ളേ. അത് അഡ്മിറ്റ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി കേട്ടോ. അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സാറ് അറിയാൻ പറ്റും, വെയിറ്റിംഗ് ആൾക്കാരെ കൂടുതൽ അറിയാൻ പറ്റുമോ? കുറെ പേര് സാറിന് അറിയാൻ പറ്റത്തുള്ളൂ. ശരി, അപ്പൊ ഇടയ്ക്ക് നോക്കിക്കോളാം, ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി, ഒരു 5 മിനിറ്റ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, കുറെ പേര് വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക്സിൽ നിങ്ങൾ പഠിച്ച ഡിഗ്രിക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങള് PGക്ക് എത്ര മാർക്ക് കിട്ടി, അതൊന്നും നിങ്ങൾ ഇനി ബോധർ ചെയ്യണ്ട. നിങ്ങൾക്ക് HSSTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പകുതി വിജയിച്ചു. അതായത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ പകുതി വിജയിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഫസ്റ്റ് കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്ലൈ ചെയ്യുക. ഇനിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, എനിക്ക് എന്ത് വേണം, പഠിക്കണം. ഇന്നലത്തെ ഒരു അനുഭവം ഞാൻ പറയാം. ഇന്നലെ രാത്രി എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അഡ്മിഷൻ എടുക്കണം. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ദൈവമേ, ഈ കുട്ടി എന്തുമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നത്. രാത്രി വിളിച്ച് സാർ എങ്ങനെയാണ് ഫീസ് അടക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്വയം മനസ്സിൽ തോന്നിയ കാര്യമാണ്, ആ കുട്ടികൾ അത്രയും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്ത് കൊടുക്കേണ്ടായി. കാര്യം അത്രയും വിശ്വസിച്ചല്ലേ ജോയിൻ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്കറിയാവുന്ന ഒരു ഒറ്റ പേര് മാസ്റ്റർ കി അക്കാഡമി, ശരിയല്ലേ? ഞങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പേരുകൾ മാത്രം, മുഖം പോലും ഓർമ്മയില്ല. പലരുടെ DP നമ്മൾ നോക്കാറില്ല, അറിയാലോ. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു പേരിന്റെ മുകളിലാണ് ഇതെല്ലാം പോകുന്നത്. മാസ്റ്റർ കി അക്കാഡമി എന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിലും നിങ്ങളുടെ പേര് മാത്രം, പേരും ഫോൺ നമ്പരും. ഓക്കെ, ഇനി നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞുതരാം. ഈ HST പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കേരള PSC നടത്തുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പരീക്ഷകൾ ഒന്നാണ്. കാര്യം ക്വാളിഫിക്കേഷൻ PG ആണ്. ഇത്രയും അധികം ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരാൾക്ക് PG വേണം, ശരിയല്ലേ? B.Ed വേണം, ശരിയല്ലേ? സെറ്റ് വേണം. ഈ 3 കാര്യങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സാലറി കിട്ടുന്നത്. ഓരോരോ ക്വാളിഫിക്കേഷൻ കൂടുമ്പോൾ സാലറിയും കൂടും, അറിയാലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ക്രാക്ക് ചെയ്യാൻ എന്ത് വേണം? നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ PGയുടെ മാർക്ക് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയോ സെക്കൻഡ് റാങ്ക് അതൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരൊറ്റ മനസ്സ് വേണം, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സ് വേണം. അതായത് ഈ ജോലി നേടണം എന്ന ആഗ്രഹത്തില് ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും.
എന്ന കൃത്യമായിട്ട് പറയുകയാണ്, ഉറപ്പായിട്ടും പറയും. അപ്പൊ ഇനിയാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇനി എങ്ങനെയാണ് ഓൺലൈനിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ? ഓൺലൈനിൽ പഠിച്ചാൽ ജോലി കിട്ടും. അതിന് ഉദാഹരണം വേണമെങ്കിൽ മാസ്റ്റർ കി അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. യൂട്യൂബ് ചാനൽ ഒരുപാട് ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിനകത്തുള്ള എല്ലാവർക്കും ജോലിയായിട്ടും ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു 4ാം റാങ്കിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയതാ. ആ കുട്ടിക്ക് ഉടനെ ജോലിയാവും. അപ്പൊ അവരെല്ലാം ഓൺലൈൻ പഠിച്ചവരാണ്. അപ്പൊ ഓൺലൈനിൽ പഠിച്ചാലും ജോലി കിട്ടും. പക്ഷെ പഠിക്കേണ്ട രീതിയുണ്ട്. ആ രീതിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് വരാം. അതാണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ കെമിസ്ട്രി മെയിൻ ആണ്, ഞാൻ കെമിസ്ട്രിയുടെ കാര്യം കുറച്ച് പറയുവാണേ. നമ്മൾ കെമിസ്ട്രി ഓക്കെ, HST കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണ്. അല്ലെങ്കിൽ വേണ്ട സുവോളജി ബോട്ട് എന്തോ ആയിക്കട്ടെ, സുവോളജി കാര്യം പറയാം. സുവോളജി ഒരു മൊഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ ആദ്യം എന്തുണ്ടായിരിക്കണം? സിലബസിന്റെ പ്രിന്റ് എടുത്ത് വെച്ചേക്കണം. അത്യാവശ്യം ചെയ്യേണ്ട കാര്യം, സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചേക്കണം. അതൊരു ഫയൽ സൂക്ഷിക്കുകയും വേണം. ഓക്കെ, സുവോളജി ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടി എടുത്തു. ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തിട്ട് നമ്മുടെ എന്താണ് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ നമ്മുടെ ക്ലാസ് എടുത്തു. നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും, ഇപ്പൊ PDF നോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ചിന്തു സാറ് ആണ് മെന്റർ. ചിന്തു സാറ് സ്റ്റഡി പ്ലാനും ഒക്കെ തന്നു. ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ 3 ക്ലാസ് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ക്ലാസ് കാണുക. അതാണ്ട് വെറും കൈയോടെ, അതാണ്ട് ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കണക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്ലാസ് കാണുക. സുവോളജിയുടെ ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് ഒരു 10 മിനിറ്റ് കാണുക, അത്ര മതി. 10 മിനിറ്റ് കാണുക, മ്യൂട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്താണോ ആ ടീച്ചർ അല്ലെങ്കിൽ സാറ് പറഞ്ഞത് അത് നിങ്ങൾക്ക് റിക്ലക്ട് ചെയ്യാൻ പറ്റും നോക്കുക. അതായത് മനസ്സിലായി നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ സമയം എടുക്കുന്ന കാര്യം ഇങ്ങനെയാണ് പഠിച്ചു പോകാൻ, അല്ല ചുമ്മാ കണ്ടിട്ട് നമുക്ക് ഒരുപാട് വീഴേണ്ടെന്ന് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടു, ആ വീഡിയോ കണ്ടിട്ട് ഒരു 10 മിനിറ്റ് കണ്ടു അല്ലെ 15 മിനിറ്റ് കണ്ടു, എന്താണ് കോൺസെപ്റ്റ്, എന്താണ് മനസ്സിൽ ആലോചിക്കുക. ആലോചിച്ച് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടുമല്ലോ. കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ബുക്കിലേക്ക് അതിന്റെ ഷോർട്ട് നോട്ട് എഴുതുക. കാര്യം എപ്പോഴും വീഡിയോ കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. വീഡിയോ 1 or 2 കാണുക, സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ റിട്ടേൺ നോട്ട് വേണം, ഷോർട്ട് നോട്ട് വേണം നോക്കാൻ വേണ്ടി. ഇനി ചില കുട്ടികൾക്ക് ഫസ്റ്റ് റൗണ്ട് മനസ്സിലാവണമെന്നില്ല. അവരെന്ത് ചെയ്യുക? ഒന്നുകൂടെ കാണുക. ഓക്കെ, അവരെന്ത് ചെയ്യുക? അവരൊന്നുകൂടെ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാകും. അപ്പൊ എന്ത് ചെയ്യുക? ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങളുടെ ഷോർട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെ നിങ്ങൾ ഓരോ വീഡിയോസും കാണുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ എല്ലാവരെയും കൂടെ അല്ലെങ്കിൽ കുറച്ചുപേരെ എല്ലാം കൂടെ നിങ്ങൾ ദൃശ്യ സിനിമ കാണാൻ വേണ്ടി കൊണ്ടുപോവുക. ദൃശ്യ സിനിമ കാണാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ആദ്യത്തെ 1/2 മണിക്കൂർ സിനിമ കാണിച്ചു. എന്നിട്ട് ഷോ അങ്ങ് നിർത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആദ്യത്തെ 1/2 മണിക്കൂർ കണ്ടത് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും, മോഹൻലാൽ വന്നു, അല്ലെങ്കിൽ നടികൾ വന്നു, അല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഉണ്ടായി, മറ്റൊരാളുടെ വഴക്കിട്ടു. അത് ഓരോ നിമിഷവും നിങ്ങൾ കൃത്യമായിട്ട് പറയും. എന്തുകൊണ്ടാണ് പറയാൻ കാര്യം? എന്താ? നിങ്ങൾക്കത് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ദൃശ്യം സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ ആദ്യത്തെ സാറേ വെയിറ്റിംഗ് ആരെല്ലാം നോക്കണേ. വെയിറ്റിംഗ് കുഴപ്പമില്ല. ഓക്കെ അപ്പോഴേ എന്താണ് പറഞ്ഞത്? അപ്പൊ നിങ്ങളോട് പറഞ്ഞ എന്ത് ചെയ്യുന്നു? ഉറപ്പായിട്ട് വരുന്നു. 1 സെക്കൻഡ്. നിങ്ങൾ എന്തായാലും ഇടും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ അതേ കണക്ക് വേണം പഠിക്കാനായിട്ട്. എങ്ങനെ പഠിക്കണം? ആദ്യം വീഡിയോ ക്ലാസ്സുകൾ കാണുക. കാര്യങ്ങൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കണ്ടാൽ മതി. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. എന്നിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ? വീഡിയോയുടെ എല്ലാ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയത്. അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ പ്രിന്റബിൾ നോട്ട്സ് തരും. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക, അത് ഫയൽ ചെയ്യുക. വീഡിയോ ക്ലാസ് കാണുക, ഷോർട്ട് നോട്ട് എഴുതുക. ആ പ്രിന്റബിൾ നോട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അത് വീണ്ടും വായിച്ചു നോക്കുക. പ്രിന്റബിൾ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിന് അതേ ഫോട്ടോ കോപ്പി ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഒരു ടീച്ചറിന്റെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടി. ആ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഷോർട്ട് നോട്ട് തയ്യാറാക്കി, ഒപ്പം നിങ്ങളുടെ നോട്ട്സും വായിച്ചു നോക്കി. ശരിയല്ലേ? ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി. പിന്നീട് നമ്മൾ സ്റ്റഡി പ്ലാൻ ബേസ് എക്സാം ഇടും. എക്സാം എന്ന് പറയുന്നത് കുട്ടികളെ
കുട്ടികൾ എന്ന് പറയുന്നതൊന്നും തോന്നരുത്, ഞാൻ എന്റെ ഫ്ലോയിൽ വരുന്നതാ. എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. PSC എന്ന് പറഞ്ഞ ഭയങ്കര ഒരു പരീക്ഷണശാലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഏകദേശം 90ഓളം ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കീ അക്കാഡമി. ഓരോ പരീക്ഷ ഞാൻ നോക്കും, ട്രെൻഡ് എടുക്കും. പലതിനും പല പല ട്രെൻഡുകളാണ്. ചിലപ്പോൾ അങ്ങ് സിമ്പിൾ ആക്കും, ചിലപ്പോൾ അങ്ങ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ 1 only 2 only 1 and 2 only ടൈപ്പ് ആക്കും. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. സംഗതി വലിയ പാരഗ്രാഫ് പുസ്തകമല്ല, പക്ഷെ ആൻസർ ഭയങ്കര ട്രിക്കി ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ചോദിക്കും, സാർ ഇങ്ങനെ ഈ പല ടൈപ്പ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നമുക്ക് നന്നായിട്ട് കോൺസെപ്റ്റ് അറിയാമോ നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം, നമ്മുടെ തലസ്ഥാനം എത്രയാണ്? എന്താണ്? തിരുവനന്തപുരം. ഇതാണ് കോൺസെപ്റ്റ്, ഇതാണെന്നിരിക്കട്ടെ കോൺസെപ്റ്റ്. ഓക്കെ, ചോദ്യം നമ്പർ 1, സംസ്ഥാനത്തിന്റെ പേര് കേരളം, തലസ്ഥാനം മലപ്പുറം. ശരിയാണോ? അല്ല. ഒന്നാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റ്. അതെന്തുകൊണ്ട് നമുക്ക് തെറ്റെന്ന് മനസ്സിലായത് എന്താ? നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റൽ തിരുവനന്തപുരമാണെന്ന്. അപ്പൊ ഇത് പഠിക്കേണ്ട എങ്ങനെയാ? കോൺസെപ്റ്റുകൾ ക്ലിയർ ആണ് എങ്കിൽ എത്ര ട്രിക്കി ക്വസ്റ്റ്യൻ ആണെങ്കിലും, എത്ര സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങളാണെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കും. എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. തന്നേക്കുന്ന ചോദ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഓപ്ഷൻ കയറി ചോദിക്കും. യാതൊരു ബന്ധവും കാണത്തില്ല. നമ്മൾ നോക്കും ഭയങ്കര പാരഗ്രാഫ്. പണ്ട് ഈ PSCയുടെ പരിപാടി ഉണ്ടായിരുന്നു. 20 കണക്കുണ്ട്. 20 കണക്ക് ഏതെങ്കിലും ഒരു കണക്കിന് ആൻസർ കാണത്തില്ല. ആൻസർ ഇടത്തില്ല. ഇപ്പൊ 5 + 4 9. ഓപ്ഷൻ അത് 8 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്, 11 ഉണ്ട്. വേണേ 19 കൂടി തരും. നമ്മുടെ ഉത്തരം എത്രയാ? 9. ഓപ്ഷൻ 9 ഉണ്ടോ? ഇല്ല. നമ്മൾ കടന്ന് നമ്മുടെ സമയം മൊത്തവും കൊണ്ട് കളയും. മൊത്തവും കളഞ്ഞിട്ട് അവസാനം ഇറങ്ങി വന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നെന്ന്. നമ്മുടെ സൈക്കോളജി ഇളക്കുന്നതാ, നമ്മുടെ മനഃശാസ്ത്രം നോക്കുന്നവര്. അതേ കണക്ക് പറയുകയാണ്, നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഓപ്ഷൻ കാണും. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? അതിലേക്കൊന്നും പോകരുത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഐഡിയ കിട്ടും. ഇത് എന്താണ് ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ഐഡിയ കിട്ടും. അത് വെച്ച് യാതൊരു ബന്ധമില്ലാത്തല്ല അത് ടിക്ക് കളയണം. പിന്നീട് എന്താണ്? കറക്റ്റ് ഉത്തരത്തിലേക്ക് വരണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യണം. ഇപ്പൊ മാസ്റ്റർ കീ അക്കാഡമി ജോയിൻ ചെയ്തു, കൃത്യമായിട്ട് അവർ ക്ലാസ് തരും, നോട്ട്സ് തരും, എക്സാം ഇടും, ഇതേ കണക്കുള്ള മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കുക, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ യാതൊരു ഗുണവുമില്ല. ഇതൊക്കെ ഞാൻ പറയുന്ന എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് റാങ്ക് കിട്ടിയ കുട്ടികൾ, 1ാം റാങ്ക് ഉൾപ്പെടെ പല റാങ്ക് കിട്ടിയ കുട്ടികളെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അവര് പഠിപ്പിച്ച രീതികൾ, അവർ പഠിച്ച രീതിയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എത്രത്തോളം എഫോർട്ട് ഇടുന്നോ അത്രത്തോളം എന്താകും? നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും. ഇപ്പൊ പെരിസൈക്ലിക് റിയാക്ഷൻ ഒരു ടോപ്പിക് നമുക്ക് കെമിസ്ട്രിയിലുണ്ട്. ചില കൊച്ചുങ്ങളുണ്ട്, പെരിസൈക്കിൾ ഏത് ചോദ്യം ചോദിച്ചാലും ചെയ്യും. അവർ എക്സ്പേർട്ടാണ്. ഇനി ഏതെങ്കിലും കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുക, അപ്പൊ ടീച്ചർ ഒരു ഡെമോ എടുത്ത് പെരിസൈക്ലിക് എടുക്കത്തുള്ളൂ. അവർക്ക് അതിലാണ് ഇഷ്ടം. അതിനകത്ത് ഏത് ചോദ്യം ചോദിക്കുകയും ചെയ്യും, ഏത് കോൺസെപ്റ്റും ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡെപ്തിൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡെപ്തിൽ നോളജ് ഉണ്ടാകണമെങ്കിൽ ആദ്യം കൃത്യമായി നിങ്ങൾ പഠിക്കണം. ആ പഠിക്കുന്നതിനൊപ്പം മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ഓൺലൈനിൽ എങ്ങനെ പഠിക്കാം എന്നൊന്ന് വേഗത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം അറിയാം, എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലാതെ ടിവിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഫോണും കൈവച്ചുകൊണ്ടോ അല്ലെങ്കിൽ റീൽസും കണ്ടുകൊണ്ടൊന്നും പഠിക്കാൻ ഇരിക്കരുത്. എന്ത് ചെയ്യണം? പഠിക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ അന്തരീക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 നോട്ട്ബുക്ക് വാങ്ങണം. 2 നോട്ട്ബുക്ക്. ഒന്നില് വീഡിയോ ക്ലാസ് കണ്ട് നിങ്ങളുടെ ഷോർട്ട് നോട്ട് എഴുതുക. രണ്ടാമത്തതില് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എഴുതണം. കാര്യം എക്സാം അടുക്കുമ്പോഴത്തേക്ക് വീഡിയോ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് മാക്സിമം ഷോർട്ട് നോട്ടുകൾ വായിക്കുക. നമ്മുടെ പ്രിന്റബിൾ ഫോം നോട്ട്സ് വായിക്കുക. നമ്മുടെ എക്സാമുകൾ മാക്സിമം ചെയ്യുക. തെറ്റിയ ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. 15 മിനിറ്റ് വീഡിയോ കണ്ട് സെൽഫ് നോട്ട് എഴുതുക. അതാണ് ഞാൻ പറഞ്ഞത്. 15 മിനിറ്റ് വീഡിയോ കാണുക, കോൺസെപ്റ്റ് മനസ്സിൽ ആലോചിക്കുക. നമുക്ക് കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആണ്, ഷോർട്ട് നോട്ട് എഴുതുക. അതിലെ കോൺസെപ്റ്റ് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? അത് വീണ്ടും കാണുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നൽകുന്ന പ്രിന്റബിൾ നോട്ട്സ് പ്രിന്റ് എടുത്ത് റിവിഷൻ ചെയ്യണം, വീണ്ടും വായിക്കണം.
സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം. സ്റ്റഡി പ്ലാൻ സിലബസ് ഫോളോ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന കുട്ടി, എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യം, ആ കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ആറാം മാസം കുഞ്ഞിന് 6 മാസം ഉള്ളപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 6 മാസം ഉള്ളപ്പോൾ ഒരു പെൺകുട്ടിക്ക് അറിയാം ഡെലിവറി കഴിഞ്ഞ് 6 മാസമൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അറിയാം, കുഞ്ഞിന്റെ ഉറക്കവും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അറിയാം. പക്ഷെ ആ കുട്ടിക്ക് വേണം, ആ ജോലി വേണം. അമ്മാതിരി പഠിത്തം പിടിച്ച് ഇപ്പൊ 4ാം റാങ്ക് കിട്ടി. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അതിയായ ആഗ്രഹം വേണം. ഓക്കെ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ പഠിക്കണം. ഇനി എക്സാം അറ്റൻഡ് ചെയ്യണം, റാങ്ക് വെരിഫൈ ചെയ്യണം. അതൊന്ന് റാങ്ക് വെരിഫൈ ചെയ്യുന്നത്, ഇപ്പൊ 25 ഒരു പരീക്ഷ നടത്തി, മാർക്ക് കിട്ടിയത് 19 മാർക്ക്. മനസ്സിൽ തോന്നി കണ്ട എനിക്ക് നല്ല മാർക്ക് കിട്ടിയല്ലോ എന്ന്, 19 മാർക്ക് കിട്ടിയല്ലോ. പക്ഷെ അവിടുത്തെ സംഭവം എന്തുവാ, റാങ്ക് ലിസ്റ്റ് വിട്ടേന്ന് ഇട്ടു, മാസ്റ്റർക്കൊക്കെ റാങ്ക് ലിസ്റ്റ് ഇടും. ഇട്ടിപ്പോ എത്രയാ റാങ്ക്? 51. അപ്പൊ മനസ്സിലാക്കണം, എനിക്ക് 6 മാർക്ക് പോയപ്പം മാസ്റ്റർ അക്കാഡമി എനിക്ക് കിട്ടിയ റാങ്ക് എത്രയാ? 51. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ 25ലേക്ക് എത്തണം, 1ാം റാങ്കിലേക്ക് എത്തണം. അപ്പൊ നമുക്ക് എന്താ ഒരു മത്സര ബുദ്ധി ഉണ്ടാകും. ശരിയല്ലേ? ഒരു മത്സര ബുദ്ധി ഉണ്ടാകും. വിജയിക്കാൻ ഏറ്റവും വേണ്ട സാധനം അസൂയയും കുശുവും മത്സര ബുദ്ധിയോ. ഒരു പരീക്ഷ വിജയിക്കാൻ ഏറ്റവും വേണ്ടുന്ന കാര്യം ഞാൻ പറയാം, ആരും അംഗീകരിക്കണമെന്നില്ല. അസൂയ, കുശുമ്പ്, എന്താണ് മത്സര ബുദ്ധി, ഇത് വേണം. നല്ല കാര്യം അത്, പഠിക്കാൻ വേണ്ടിയാ. പണ്ട് അംഗനവാടിയിലൊക്കെ 2 പിള്ളേർ അപ്പുറം ഇരുത്തും. എന്നിട്ട് ചോദിക്കും ആദ്യം ആരാ എഴുതി നോക്കും, അവർക്ക് മിഠായി തരാന്ന് പറയും. അതെന്തുവാ? അവരെ മത്സര ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാ. അതേ കണക്ക് നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഓരോ മാർക്കിനും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ മാർക്കും. അപ്പൊ അതുകൊണ്ട് ഒരു മത്സര ബുദ്ധി ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് റാങ്ക് ലിസ്റ്റ് എടുത്തത്. തെറ്റിയ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇനി റിവിഷൻ ചെയ്യണം. റിവിഷൻ പ്രധാനപ്പെട്ടതാണ്. പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും, മനുഷ്യന്മാരാണ്, മറന്നുപോകും. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് റിവിഷൻ ചെയ്യണം. വീണ്ടും 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 റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്താൽ ഉറപ്പായിട്ടും ഗുണകരമായിരിക്കും. ഇനി ഞങ്ങൾ ചെയ്തു തരുന്ന ക്വസ്റ്റ്യനുകൾ മിനിമം 5 തവണയെങ്കിലും റിവിഷൻ ചെയ്യണം. കാര്യം, കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞു, ഞാൻ എപ്പോഴും വോയിസ് ആയിട്ട് പറയുന്നതാണ് നിങ്ങൾ റിവിഷൻ ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ക്വസ്റ്റ്യൻ ഒക്കെ? സാറ് നമ്മുടെ ക്വസ്റ്റ്യൻ കുറെ ഉണ്ടായിരുന്നു, പക്ഷേ കൺഫ്യൂഷൻ ആയിപ്പോയി. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, മിനിമം 5 തവണയെങ്കിലും എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അത് ഉപകാരമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ മാത്രമല്ല ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ആരെയും നിർബന്ധിച്ച് ചേർക്കാറുമില്ല. നമ്മൾ കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനം ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു സ്ഥാപനം അത് ഓക്കെ അല്ല എങ്കിൽ മാത്രം അത് മാറ്റി വേറെ സ്ഥാപനത്തിലേക്ക് പോവുക. അവരെ ക്ലാസ്സുകൾ നൽകുന്നില്ല, അവര് നോട്ടുകൾ നൽകുന്നില്ല, അവർ സ്റ്റഡി പ്ലാൻ ഇല്ല, എക്സാംസ് ഇല്ല, റിവിഷൻ ഇല്ല, റാങ്ക് ലിസ്റ്റ് എടുത്തില്ല, അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഫോളോ ചെയ്യുക, നന്നായി പഠിക്കുക. ശരിയാണോ? ചില പിള്ളേരുണ്ട്, ഒരു 5 റാങ്ക് ഫയൽ വാങ്ങിച്ചു വെക്കും, ഒരു 3-4-5 ആപ്പും എടുത്തു വെക്കും. എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും അത്? നമുക്ക് എല്ലാ ഭാഗവും നോക്കണ്ടായോ? എല്ലാ മേഖലയും നോക്കണം. ജനറൽ ടോപ്പിക്സ് നോക്കണം, GK പാർട്ട് നോക്കണം, നിങ്ങളുടെ BEd ടോപ്പിക്ക് നോക്കണം, സബ്ജക്റ്റീവ് ടോപ്പിക്ക് നോക്കണം. അപ്പൊ നമുക്ക് എല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഏതെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യണം. ശരിയാണേ? ഓക്കെ, ഇനി മാസ്റ്റർ അക്കാഡമിയെ പറ്റി പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള മെജോറിറ്റി കുട്ടികൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 12-11 പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി. 11 പരീക്ഷകൾക്ക് 1ാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി. ഇനിയും നമ്മൾ വരാൻ പോകുന്ന പല പരീക്ഷകൾക്കും 1ാം റാങ്ക് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, വന്നു കഴിഞ്ഞിട്ട് പറയാമല്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. ഇപ്പോൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതും പഠിക്കുന്നതും വീണ്ടും 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 പഠിക്കുന്നതെല്ലാം അതിന് കാരണം ഇതാണ്. കഴിഞ്ഞ ദിവസം സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാം ലബോറട്ടറിയുടെ എക്സാം കഴിഞ്ഞിട്ട് ഒരു കുട്ടി അയച്ച മെസ്സേജ് ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ആ കുട്ടി പറയുകയാണ്, സാറേ ഞാൻ എക്സാമിന് ഇവിടെ ജോയിൻ ചെയ്തതാണ്, ഇപ്പൊ എനിക്ക് ഒരു 3-4-5 കോഴ്സ് പറയുക, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, ട്രീറ്റ്മെന്റ് ഓർഗൻ, ഇതെല്ലാം മാസ്റ്റർ അക്കാഡമി ചേരണം, എത്രയാണ് ഫീസ് എന്ന്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഒരു ട്രസ്റ്റാണ്, വിശ്വാസമാണത്. ഒരു കോഴ്സ് ജോയിൻ ചെയ്തിട്ട് വീണ്ടും അതേ സ്ഥാപനത്തിൽ തന്നെ വേറൊരു കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് നല്ല ഫുഡാണെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും പോകും, മോശമാണെങ്കിൽ ഒരിക്കലും പോകത്തില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യം, ഞങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റും. കഴിഞ്ഞ SSLC കെമിസ്ട്രി നമ്മൾ കെമിസ്ട്രി മാത്രം ചെയ്തിട്ടുള്ളൂ, നീതിനല്ല മുമ്പത്തത്. അപ്പൊ അതിന് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല.
അപ്പൊ ഞാൻ എപ്പോഴും ഇപ്രാവശ്യം HST വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് ഇപ്രാവശ്യം 1ാം റാങ്ക് ഇവിടെ നേടണം, നമ്മുടെ കെമിസ്ട്രിയിൽ നേടണം, സുവോളജിയിൽ നേടണം, ബോട്ടണിയിൽ നേടണം, അതേ കണക്ക് തന്നെ ഫിസിക്സിൽ നേടണം. ആ നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ റാങ്ക് ഫയൽ ഇറക്കുന്നത്. റാങ്ക് ഫയലിനൊപ്പം ഉറപ്പ് പറയാം, റാങ്ക് ഫയൽ മാത്രമല്ല, വീണ്ടും മാക്സിമം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. കാര്യം നമുക്ക് റിസൾട്ട് വേണം, അതിനുവേണ്ടി തന്നെ. അപ്പൊ 11 പരീക്ഷകൾക്ക് 1ാം റാങ്ക് നേടിയാണ്. അതിൽ 1ാമത്തെ റാങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ അസിസ്റ്റന്റ്, കെമിക്കൽ എക്സാം ലബോറട്ടറി, സയന്റിഫിക് ഓഫീസർ പോലെയുള്ള PG ലെവൽ പരീക്ഷകൾക്ക് 1ാം റാങ്ക് നേടിയ സ്ഥാപനമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു തോമസ് കുട്ടി എല്ലാവർക്കും അറിയാം അല്ലെ. സാനിറ്ററി കെമിസ്ട്രി 1ാം റാങ്ക്, അതേ കണക്ക് തന്നെ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിൽ ഉയർന്ന റാങ്ക്, ഡോക്യുമെന്റ്സ് 4ാം റാങ്ക്, ഫുഡ് സേഫ്റ്റി ഓഫീസിൽ 5ാം റാങ്ക്. ഞങ്ങൾക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയ ഒരു കാൻഡിഡേറ്റ് ഇല്ല. ഭയങ്കര മിടുക്കൻ പയ്യനാണ്, നല്ല നമുക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പയ്യനാണ് കേട്ടോ. ഈ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി റിസൾട്ട്. നോക്കിയേ, അത് പറയാൻ കാര്യം, അത് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു ചോദിച്ചാൽ, PG ലെവൽ പരീക്ഷയായിരുന്നു സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഡോക്യുമെന്റ്സ് ആകട്ടെ, ബയോളജി ആകട്ടെ. അവിടെയാണ് ഞങ്ങൾ 1ാം റാങ്ക് ഉൾപ്പെടെ 1, 3, 4, 7, 8, 10 ആകെ 10 പേരുള്ള 5 പേരും 6 പേരും മാസ്റ്റർ കെ അക്കാഡമി പഠിച്ചവർ തന്നെ ആയിരുന്നു. ശരിയാണല്ലോ. ഇനി ആകെ 11 പേരുണ്ടായിരുന്നു. ഇനി ഇപ്പൊ കാണുന്ന ഡോക്യുമെന്റ്സ് റിസൾട്ടാണ്. ഡോക്യുമെന്റ്സിലെ അവിടെ ഫിസിക്സും കെമിസ്ട്രിയും വേണം, അവിടെയും വലിയ വിജയം. 4, 5, 12, 13, 14, 17, 18, 23. ഓക്കെ, ഇനി ഫിസിക്സിൽ 6ാം റാങ്ക്, ഫിസിക്സിൽ 6ാം നേടാൻ സാധിച്ചു. ഇനി ബയോളജിയിൽ 3, 4, 5, 9, 10. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ പലരുടെയും ഇന്റർവ്യൂസ് തന്നെ, ഇവര് പറയുന്ന വാക്കുകൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഉണ്ട്, കണ്ടു നോക്കാം. അതായത് PG ലെവൽ നടത്തിയ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി. അതുകൊണ്ട് തന്നെ പറയാം, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പറയാം, ഉറപ്പായിട്ടും HST പരീക്ഷയിലും ഞങ്ങളെ വിശ്വസിച്ച് ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ ഉയർന്ന റാങ്ക് നേടാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും. ഉറപ്പാണത്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ചോദിക്കും, ഈ ആത്മാർത്ഥമായിട്ട് പറയുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സിലബസ് പൂർത്തിയാക്കും. ഇന്ന് ഇന്റർവ്യൂ ചെയ്ത കുട്ടി ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, സിലബസ് കൃത്യമായിട്ട് പൂർത്തിയാക്കും, സ്റ്റഡി പ്ലാനുകൾ നൽകും, വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ഡേ സ്റ്റഡി പ്ലാൻ ഉണ്ട്, ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്. എപ്പോഴാണ് എക്സാം? ഇപ്പൊ നമ്മൾ കെമിസ്ട്രി ചെയ്യുന്ന എങ്ങനെ, ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക് കൊടുക്കും, എക്സാം കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ, ഇനി റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാ, നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടിയാ. ഇതെല്ലാം ഞങ്ങൾ ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഏകദേശം 51ഓളം പേരുണ്ട്. ഈ 51 പേരിൽ കുറെ കുട്ടികൾ, ഞാൻ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, കുറെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കുന്നവർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞങ്ങൾ ആദ്യമായിട്ട് 1ാം റാങ്ക് കിട്ടിയ ഒരു കോഴ്സാണിത്. ആദ്യമായിട്ട് 1ാം റാങ്ക് കിട്ടിയത് നിങ്ങൾ നോക്കിയേ, 1, 2, 3, 7, 5, 7, 9 അങ്ങനെ ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ്. ഓക്കെ, 1 സെക്കൻഡ്. അതേ കണക്ക് തന്നെ അടുത്ത പരീക്ഷ, അടുത്തത് അത് PG ലെവലാ, അസിസ്റ്റന്റ് സയന്റിസ്റ്റ്. അവിടെ നോക്കി, അവിടെ 1ാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി റാങ്കുകൾ കണ്ടോ. അതേ കണക്ക് ഇപ്പൊ ഞാൻ സയൻസിന്റെ മാത്രമേ പറയുന്നുള്ളൂ, ഇത് ഡയറി ഫാം ഇൻസ്ട്രക്ടറാ, 1ാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി ലിസ്റ്റ് കുട്ടികളും. എനിക്ക് 100-ലധികം നല്ല ഒരുപാട് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മെയിൻ ലിസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ മാസ്റ്റർ കെ അക്കാഡമിയിലായിരുന്നു. ഓക്കെ, ഇത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, ഇത് മൈക്രോ ബയോളജിസ്റ്റ് പരീക്ഷയില്. ഓക്കെ, സയൻസിന്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാല് ഇത്തരം പരീക്ഷകളിൽ വലിയ വിജയം നേടിയ, ഒരിക്കലും ഞാൻ പറയട്ടെ, നമ്മൾ മാക്സിമം വർക്ക് ചെയ്യാതെ റിസൾട്ട് ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സ്ഥാപനത്തില് ഇപ്പൊ ഞാൻ പണ്ട് ഞങ്ങൾ എങ്ങനെയാണ് കോഴ്സ് ചെയ്താൽ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ അപ്ഡേറ്റ് ആവും, ഓരോ കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കും. ഞങ്ങളെ കൊണ്ട് ചെയ്യുമ്പോൾ മാക്സിമം കാര്യം. പിന്നെ ഒരുപാട് കാര്യം കുട്ടികൾ ഒരുപാട് പറയും, ഞങ്ങളുടെ ഭാഗം ഇപ്പൊ ഞങ്ങൾ 100% പെർഫെക്റ്റ് ആണോ, ഞങ്ങളുടെ ഭാഗത്ത് അപാകത ഉണ്ടാകാം. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക്, ഈ സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്ക് കുട്ടികൾ ഭയങ്കര കാര്യം, സിലബസ് തീർത്തില്ല. ഞങ്ങൾ സിലബസ് മൊത്തം തീർത്ത് പരാതി വന്ന എന്തുവാ, അവസാനം ഒരുപാട് ടോപ്പിക് അധികം ആഡ് ചെയ്തു. അവിടെ ആ ടോപ്പിക് സത്യമാണ്, അവസാനം കുറെ അധികം ടോപ്പിക് ആഡ് ചെയ്തു. പക്ഷെ എനിക്കവിടെ ചെയ്യാമായിരുന്നു, ടീച്ചറെ അല്ലെ സാറേ, അത് അത്രയും ഡെപ്തിലൊന്നും പോകണ്ട. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കത്തില്ല. കാര്യം, പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്, ആത്മാർത്ഥ പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഇൻഡെപ്ത് ക്ലാസ് തന്നെ കൊടുക്കണം. ഇപ്പോഴത്തെ രീതിയിൽ ഇൻഡെപ്ത് ക്ലാസ് കൊടുത്തിൽ ഉപകാരപ്പെടുത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ തന്നെ ഇപ്പൊ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കറക്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് വേഗം തീർക്കുക. സിലബസ് നിങ്ങൾക്ക് 1 മാസം മുന്നേ തീർക്കുക.
എനിക്കൊന്ന് കൺഫർമേഷൻ അല്ല, സോറി, ടെൻഡേറ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മാസം മുമ്പെങ്കിൽ നിങ്ങളുടെ സിലബസ് ആദ്യം പൂർത്തിയാക്കുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അത് ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം വേഗത്തിൽ സിലബസ് പൂർത്തിയാക്കും, നമ്മൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തു തരും. ഓക്കെ, ഇനി വെബിനാറിന്റെ ഓഫർ പറയാൻ വേണ്ടി പോവാണ്. HST ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി. ഇവിടെ ഫീസ് വരുന്നത് 6500 രൂപയാണ്. 6500 രൂപ. ഇതൊരു വലിയ ഫീസാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. 18,000 20,000 ഒക്കെ ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ 6500 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. എന്നാൽ ഒരു കുറവും ഞങ്ങൾ വരുത്താറില്ല. നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും, സ്റ്റഡി പ്ലാനും എക്സാംസും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇനി റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ റാങ്ക് ഫയൽ ഒന്നും ഒരു സ്ഥാപനവും പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ഫയലിൽ ഇപ്പൊ വെളിയിൽ നിന്ന് തന്നെ കെമിസ്ട്രി ആവട്ടെ, സുവോളജി ഒക്കെ ആവട്ടെ, ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വെബിനാറിന്റെ ഓഫർ ഇന്നും നാളെയും കൂടെ മാത്രം 5500 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. 5500 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ 5500 രൂപയുള്ളൂ. 5500 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ കോഴ്സ് വിജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെ വിജയിക്കണമെന്ന്? നമ്മളെ വിശ്വസിച്ച് പഠിക്കുന്നവർക്ക് ഉയർന്ന റാങ്ക് നേടിക്കൊടുത്ത് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇത് കോഴ്സ് കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസ് ജോയിൻ ചെയ്യാം, ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാം. എനിക്ക് പോയി ചാറ്റ് ഇടാം കേട്ടോ. ചാറ്റ് ഇട്ട് ഞാൻ റിപ്ലൈ ചെയ്യാവേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓഫർ ഇന്നും നാളെയും കൂടെ മാത്രമല്ല. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഓഫർ കാണത്തില്ല കേട്ടോ. ഇൻസ്റ്റാൾമെന്റ് ഇല്ല. 5,500 ഒറ്റ അടിക്ക് ആഡ് ചെയ്യണം കേട്ടോ. അതല്ലാതാണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാവും 4,000 3,000 വെച്ച് കേട്ടോ. അപ്പൊ 7,000 രൂപ അടയ്ക്കേണ്ടി വരും. ടെൻഡേറ്റ് നോക്കണം കേട്ടോ. ടെൻഡേറ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഗ്രൂപ്പിലിടാം. കുറെ കോഴ്സ് ഒന്നിച്ച് വന്നിട്ട് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. നോട്ട് പ്രിന്റബിൾ ഫോം ആണ് തരുന്നത്. പ്രിന്റബിൾ ഫോം കിട്ടും. പ്രിന്റബിൾ ഫോമിൽ നോട്ട്സ് കിട്ടും. HST നമ്മൾ കെമിസ്ട്രി മാത്രം ചെയ്തിട്ടുള്ളായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഫോറൻസിക് ചെയ്തത്. അതിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്നതല്ല. നിങ്ങൾക്ക് അറിയാം, സിലബസ് ഏകദേശം സെയിം ആണ്. ഈ BA ടോപ്പിക് ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. ഉടനെ ആഡ് ചെയ്യും കേട്ടോ. ജനറൽ ടോപ്പിക്സ് എല്ലാം ആഡ് ചെയ്യും, GK പാർട്ടും എല്ലാം ആഡ് ചെയ്യും കേട്ടോ. ഡെയിലി ക്ലാസ് നമ്മുടെ മാക്സിമം ക്ലാസ് ആപ്പിലുണ്ട്. ഓരോ മൊഡ്യൂളിലും പെൻഡിങ് ടോപ്പിക്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ തരും. ഇത്ര ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണമെന്ന് തരും കേട്ടോ. ആ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ പേപ്പർ ഉണ്ടാവും. നമുക്ക് HST എന്ന് പറയുന്നത്, ഇതോടെ പറയട്ടെ, നമ്മൾ HSTക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും കവർ ആകും. അതായത് ജനറൽ ടോപ്പിക് ഉണ്ടാകും, സബ്ജക്റ്റീവ് ഉണ്ടാകും, അതിനൊക്കെ തന്നെ BA ടോപ്പിക് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യും കേട്ടോ. എല്ലാ ടോപ്പിക്കും ക്ലിയർ ചെയ്യും. രോഹിത് സാറിന്റെ ക്ലാസ് ഉണ്ട്. രോഹിത് സാറിന്റെ ക്ലാസ്സിൽ ഓർഗാനിക് ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ള ക്ലാസ് ഒന്നാണ് കെമിസ്ട്രിയുടെ രോഹിത് സാറിന്റെ ക്ലാസ് കേട്ടോ. പിന്നെ അപ്ഡേഷൻ ഉണ്ട് കേട്ടോ. അവിടെ പറയട്ടെ, കെമിസ്ട്രിയുടെ രോഹിത് സാറിന്റെ ക്ലാസിന്റെ കൂടെ അപ്ഡേഷൻ ഉണ്ടാകും. അപ്ഡേഷൻ എന്ന് പറയുന്നത്, അപ്ഡേഷൻ ഇല്ല എങ്കിൽ അത് സക്സസ് ആകത്തില്ല. ഓക്കെ, അപ്ഡേഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ ആയിരിക്കും. ഓരോ മൊഡ്യൂളിലെ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യും കേട്ടോ. അതുകൊണ്ട് രോഹിത് സാറിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാ മെസ്സേജും കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അടുത്ത മെസ്സേജ് അപ്പോഴത്തേക്ക് ഹിഡനായി പോകും. ഈ ലാപ്ടോപ്പിൽ അങ്ങനെ കുഴപ്പമുണ്ട്, കാണുന്നില്ല. എപ്പോട്ട് പോയാൽ കാണുന്നുണ്ട്. ബോട്ടണിന്റെ ക്ലാസ് നമുക്കുണ്ട്. എല്ലാത്തിനും നമ്മളെ സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാത്തിനും ക്ലാസ് ഉണ്ട്. സയന്റിഫിക് ഓഫീസിന്റെ ക്ലാസ്. അപ്പൊ ചോദിക്കും, സാറേ സയന്റിഫിക് ഓഫീസിന്റെ ക്ലാസ് മാത്രം തന്നാ മതിയോ? പോരാ. കെമിസ്ട്രിയിൽ ഇപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം കെമിസ്ട്രിയിൽ വേണമെങ്കിൽ ആ ക്ലാസ് മൊത്തം തന്ന് നിങ്ങൾ എക്സാം ഇട്ട് പോകാം. പക്ഷെ അതുകൊണ്ടല്ല ഞങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനല്ല. ആ ക്ലാസ്സിനൊപ്പം അപ്ഡേറ്റ് ക്ലാസ് വരും. അത് ഭയങ്കര ഉപകാരപ്പെടും. ഓരോ മൊഡ്യൂളിലെ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുക, അതാണ് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, ഡെയിലി ക്ലാസ് ഉണ്ടാകും കേട്ടോ. എനിക്ക് മെസ്സേജ് അങ്ങോട്ട് കാണുന്നില്ല. ഡെയിലി ടൈം റെക്കോർഡ് ക്ലാസ് ടൈമിംഗ് ലൈവ് ക്ലാസ് നമുക്ക് ഗ്രൂപ്പിൽ പറയും കേട്ടോ. പേയ്മെന്റ് ഉണ്ടാവുന്ന ചോദിച്ചാൽ എന്ത് വരുന്നു? റാങ്ക് ഫയൽ കിട്ടും. കറണ്ട് സ്റ്റുഡൻസ് റാങ്ക് ഫയൽ കിട്ടും കേട്ടോ. കറണ്ട് സ്റ്റുഡൻസ് റാങ്ക് ഫയൽ കിട്ടും.
റാങ്ക് ഫയൽ കിട്ടും. ഓക്കെ, നെറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. കാരണം നെറ്റ് PG ലെവലിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ് നെറ്റിന്റെ സെറ്റിനെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഗവൺമെന്റ് എന്ത് സാധനം കോപ്പി അടിച്ചാലും നോ പ്രോബ്ലം. ഗവൺമെന്റിന്റെ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ സെറ്റും നെറ്റിന്റെയും ക്വസ്റ്റ്യൻസ് അതേ കണക്ക് ആവർത്തിക്കപ്പെടാം, അല്ലെങ്കിൽ ടൈപ്പ് ആവർത്തിക്കപ്പെടാം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണ്, ഫോറൻസിക്കിനകത്ത് അവർ കുറെ കട്ടികർ ചോദിച്ചു. അതുകൊണ്ട് പറയുകയാണ്, നമുക്ക് PG ലെവല് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം, ഒപ്പം നമുക്ക് സെറ്റ് നെറ്റും എല്ലാം ചെയ്യാം കേട്ടോ. എത്തും, റണ്ണിങ് ബാച്ചിനോട് എത്തും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, കൺഫർമേഷൻ വന്നാൽ പിന്നെ ഒറ്റ ബാച്ചേ ഉള്ളൂ നമുക്ക്. കൺഫർമേഷൻ വന്നാൽ ഒറ്റ ബാച്ചേ ഉള്ളൂ. ആ, ഒറ്റ ബാച്ചേ ഉള്ളൂ. ആ ഒറ്റ ബാച്ചിനകത്ത് ഡെയിലി സ്റ്റഡി പ്ലാനാണ്, ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നടക്കും. പിന്നെ നമുക്ക് നോ എക്സ്ക്യൂസാ കേട്ടോ. അതെനിക്ക് നമ്മുടെ സ്റ്റുഡൻസ് അറിയാം, നേരത്തെ പഠിച്ചവർക്കൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പറ്റിയും ഇപ്പം നിങ്ങൾ തന്നെ, നമ്മൾ 1 രൂപയുടെ കൊടുത്ത് എവിടെ ചിലവാക്കുവാണെങ്കിൽ പോലും നമ്മൾ തിരക്കും. അപ്പൊ ഞങ്ങളെ പറ്റി പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് എനിക്ക് തോന്നുന്നു, ഈ പറയുന്ന അവസാനമാണ് എല്ലാം തീർക്കുന്നതെന്നാണ്. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കുഴപ്പമെന്ന് അറിയാവോ, ഈ ചില കുട്ടികൾ അങ്ങ് നമ്മളോട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട്, സാർ അത് ഡീറ്റെയിൽഡ് വേണം നമ്മൾ കൊടുത്തിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ഡെപ്തിൽ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം ഡെപ്തിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സർഫസ് നേരത്തെ ഗുണം ഉണ്ടാകത്തില്ല. കാര്യം ഇത് PG ലെവൽ പരീക്ഷയാണ്, HST പരീക്ഷ, എല്ലാവരും ശ്രദ്ധിക്കുന്ന പരീക്ഷയാണ്. അവിടെ നിന്ന് ആരും ഉഴപ്പാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇൻഡെപ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. 10 ഡേറ്റ് നമുക്ക് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ, നമ്മൾ ബോട്ടിനെ എടുത്ത് റാങ്ക് ഫയൽ കിട്ടും. റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും റാങ്ക് ഫയൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, വെബിനാർ അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പില് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ആപ്പിൽ ഇത് റേറ്റ് അല്ല കേട്ടോ. നമുക്ക് ഞാൻ കുറച്ച് നമ്പറുകൾ ഗ്രൂപ്പിൽ ഇടാം, അവരെ വിളിച്ച് പേയ്മെന്റ് ചെയ്യിക്കണം കേട്ടോ. ഓക്കെ, ആപ്പിൽ റേറ്റ് അല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോഴ് ക്ലാസ്സുകൾ കുറെ കണ്ടു. ചില ക്ലാസ്സുകൾ അത്രയും കൊണ്ട് മനസ്സിലാവുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത കേസിൽ വരാം. എന്തുണ്ടെങ്കിലും പറയുക. അതാണൊരു നമുക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും. തെറ്റ് ചെയ്ത പണ്ട് നമ്മൾ പറയത്തില്ലേ, തെറ്റ് ചെയ്ത് നമ്മളത് തിരുത്തണം. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംഫർട്ട് അല്ല എങ്കിൽ നമ്മളടുത്ത് പറയുക, സാറേ അതൊന്നുകൂടെ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ലൈവ് വെച്ച് തരിക. അങ്ങനെ വച്ച് തന്നാൽ നമുക്ക് മാക്സിമം അത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളല്ലാതെ ഉളപ്പി പോകത്തില്ല. ഓക്കെ, ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അഡ്രസ് അയച്ചു തരാം കേട്ടോ, റാങ്ക് ഫയൽ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്ക് വേറെ ഡൗട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ചിന്തു സാറാണ് ഫിസിക്സിന്റെയും സുവോളജിയുടെയും ബോട്ടണിയുടെയും മെന്റർ. കെമിസ്ട്രിയുടെ ഞാനായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. നമുക്ക് 1ാം റാങ്ക് തന്നെ വാങ്ങണം. നല്ല റിസൾട്ട് തന്നെ നമുക്ക് വാങ്ങണം. ഞങ്ങൾ 100% നിങ്ങൾക്കൊപ്പം ഉണ്ടായി, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു പഠിക്കാനൊരു കൃത്യമായ സമയം നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. ഓക്കെ, ഈ 6 മാസമായ കുഞ്ഞിനെ ഇട്ട് ആ കുട്ടി പഠിച്ച് 4ാം റാങ്ക് വാങ്ങാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1 റാങ്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ടൈം ഫിക്സ് ചെയ്യുക. വൈകിട്ട് നിങ്ങൾ 7 മണിക്ക് എത്തുമെങ്കിൽ 8 മണി തൊട്ട് ഒരു 11 മണി വരെ 3 മണിക്കൂർ. അതല്ല, രാത്രി നിങ്ങൾ ജോലിയായിട്ട് ക്ഷീണിച്ചാണ് വരുന്നതെങ്കിൽ ക്ഷീണിച്ച വെളുപ്പിന് നിങ്ങൾ എണീക്കുക, ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ 2 മണിക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് എപ്പോഴും കൺഫർമേഷൻ വരുന്നതിന് മുമ്പുള്ള കേസാണ്. കൺഫർമേഷൻ വരുന്നതിന് മുമ്പുള്ള കേസാണ് മക്കളെ. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ ഒന്ന് ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. ഓക്കെ, കാര്യം നമുക്ക് അന്നേരം ഒരു 6 to 10 മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കണം. ഓക്കെ, ഇപ്പൊ 2 മണിക്കൂർ 3 മണിക്കൂർ പഠിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. നിരന്തരമായി ശ്രമിക്കുന്നവരെ വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. 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 ഇത്രയും പേര് പങ്കെടുത്തത് ഒരുപാട് സന്തോഷം. താങ്ക് യു.